ഹലോ ഗൈസ്, നമ്മളൊരു ട്രിപ്പ് പോവാട്ടോ. വയനാടാണ് പോണത്. കുറച്ച് ആൾക്കാർ കൂടിയൊരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പം നമ്മുടെ ചോയ്സ് പാട്രിയോട്ട് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് എന്നൂരാണ്. അപ്പോൾ എന്നൂരായപ്പോൾ മുകളിലോട്ട് കയറണമെങ്കിൽ ജീപ്പിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ജീപ്പിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞങ്ങൾ മേമേൻ്റെ അവിടെ നിന്ന് എല്ലാവരും കൂടെ വന്നപ്പം ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്ന് വിചാരിച്ചൊരു പോയ ട്രിപ്പായിരുന്നു ഇത്. അപ്പം നല്ല അടിപൊളി ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തണുപ്പും കാറ്റും വെയിലും ഒക്കെ ഉള്ളൊരു ക്ലൈമറ്റ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ കൂടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു. പാർക്കിൽ കളിക്കാനും ഒക്കെ എല്ലാവരും കൂടെ ആയപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതേ മുകളിലോട്ട് കയറാണ്. മുകളിലോട്ട് കയറാൻ പറയുമ്പോൾ ഇവരൊക്കെ നടന്ന് വരുന്നുണ്ട്. ഞങ്ങളിതേ മുന്നിൽ ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നടന്ന് വരുമ്പോൾ ഞങ്ങൾ മുകളിലെത്തിയിട്ടുണ്ട്. പിന്നെ അതേവിടെ ഓരോരോ കുടിലായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ ആ സമയത്ത് ഒരു ആദിവാസികൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓരോരോ കുടം അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ അവരുടെ ഫോട്ടോസൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു മ്യൂസിയം പോലെ ഉണ്ടാക്കിയതാണ്. ഇവിടെ ആൾക്കാർ മുന്നേ ജീവിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഇതൊരു മ്യൂസിയം പോലെ വെറുതെ ഉണ്ടാക്കിയാണ്. പക്ഷെ ഇതുപോലത്തെ സ്ഥലങ്ങളാണ് ശരിക്കും ഉള്ളത് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അതേ ഇതൊരു കിച്ചണാണ്. ഇവിടെ അതേ കണ്ടോ കുട്ടികളാട്ടാണ്ട് ഒരു തൊട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഫുൾ ചിരട്ട, നമ്മുടെ മരം അങ്ങനത്തെ ഒക്കെ ഓരോരോ സാധനങ്ങൾ വെച്ചാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു സാധനങ്ങളൊക്കെ കേട്ടോ. പിന്നെ അത് ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ടാണ് ഫോട്ടോ എടുക്കാൻ. പിന്നെ അത് ഇവിടെ ഇത്രയും തിരക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആദിവാസി ടൈപ്പ് ഒരു ഡാൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ പോയത് കറക്റ്റ് ടൈമായിരുന്നു. ആ ടൈമിൽ തന്നെ അവിടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡാൻസ് കാണാൻ പറ്റി. അപ്പം പിന്നെ ഞങ്ങൾ താഴോട്ടൊക്കെ ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ബിരിയാണി, നൂഡിൽസ് അങ്ങനെ എന്തൊക്കെയൊക്കെ ഓരോന്നായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് എന്തായാലും ബിരിയാണി ആയിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നത് കേട്ടോ.